ഒരു പണ്ഡിതനുണ്ടായ അപമാനം, ആ അപമാനത്തിൽ നിന്ന് ഉടലെടുത്ത പകയിൽ നീറിയൊടുങ്ങിയത് ശക്തമായ ഒരു രാജവംശവും ഒരു സാമ്രാജ്യവുമായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് സാക്ഷാൽ ചാണക്യനെക്കുറിച്ച് തന്നെയാണ്. നമ്മൾ പലയിടങ്ങളിലും ചാണക്യതന്ത്രം എന്ന പ്രയോഗം കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് ഇത്ര ഹൈലൈറ്റ് ആയത്? അത് മനസ്സിലാക്കണമെങ്കിൽ ചാണക്യൻ എങ്ങനെ മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചു എന്നുള്ള ഈ ചരിത്രം നിങ്ങൾ കേട്ടിരിക്കണം. നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു ഭാഗമാണിത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഉറപ്പായും നമുക്ക് പറയാം ദി ഇന്ത്യൻ ഗെയിം ഓഫ് ത്രോൺസ് എന്ന്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് ദ റൈസ് ഓഫ് മൗര്യ എംപയറിനെ കുറിച്ചാണ്. എങ്ങനെ ചാണക്യൻ ചന്ദ്രഗുപ്ത മൗര്യനെ കൊണ്ടത് സാധിച്ചുവെന്ന്. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലസ്കോപ്പിലേക്ക് സ്വാഗതം. തക്ഷശിലയിലെ ഒരു ബ്രാഹ്മൺ ഫാമിലിയിലായിരുന്നു ചാണക്യൻ്റെ ജനനം. ചെറുപ്പം മുതലേ തന്നെ പഠിത്തത്തിലൊക്കെ ടോപ്പായിരുന്നു. പഠിത്തം എന്ന് പറയുമ്പോഴത്തേക്കും ചുമ്മാ എടാ പടിയടാ എന്ന് പറയുന്നത് കേട്ട് പഠിക്കുകയല്ല. ചാണക്യൻ പഠിച്ചത് തനിക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങളായിരുന്നു. അതെല്ലാം തൻ്റെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ പ്രാവർത്തികമാക്കണം എന്നുള്ള ബുദ്ധിയും കൂടെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. വേദം, പൊളിറ്റിക്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. പക്ഷേ ചാണക്യൻ്റെ മുഖത്ത് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. കൂർത്ത പല്ലുകളായിരുന്നു. ഈ കൂർത്ത പല്ലുകളുണ്ടല്ലോ, കനൈൻ ടീത്ത്, അത് വന്നിട്ട് റോയൽറ്റിയുടെ അടയാളമാണെന്ന് ആരോ ചാണക്യൻ്റെ അമ്മയോട് പറഞ്ഞു. അങ്ങനെ ചാണക്യൻ്റെ അമ്മ ഒരു ദിവസം വിഷമത്തിൽ പറഞ്ഞു, നീ വലിയ രാജാവൊക്കെ ആവും, നിനക്ക് ഒരുപാട് സാമ്രാജ്യമൊക്കെ നിൻ്റെ കീഴിലുണ്ടാവും, അപ്പം നീ അമ്മയെ കളഞ്ഞിട്ട് പോവത്തില്ലേ എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ട ചാണക്യൻ അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി തൻ്റെ 2 കൂർത്ത പല്ലുകളും ഒടിച്ചു കളഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇടിച്ചൊടിച്ചു കളഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ചാണക്യൻ ഒരു കാര്യം അറിയുന്നു. മഗധയിലുള്ള നന്ദ ഡൈനാസ്റ്റിയിലെ നന്ദ രാജവംശത്തിലെ ധനനന്ദൻ എന്ന് പറയുന്ന രാജാവ് ബ്രാഹ്മൺസിന് ഉപഹാരങ്ങൾ കൊടുക്കുന്നു, ഓരോ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു അദ്ദേഹം. അപ്പോൾ ഇതറിഞ്ഞിട്ട് ചാണക്യനും അങ്ങോട്ട് പോയി. പക്ഷെ ചാണക്യൻ്റെ ഈ ഒരു രൂപം, അതായത് ചാണക്യൻ്റെ കാലിനൊരു മുടന്തുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഈ പല്ല് നേരത്തെ ഒടിച്ചു കളഞ്ഞെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു രൂപം കണ്ടപ്പോഴത്തേക്കും ധനനന്ദ രാജാവിന് ചാണക്യന് വിരൂപനായി തോന്നി. അങ്ങനെ ചാണക്യനെ വിരൂപി എന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ചു ധനനന്ദ രാജാവ്. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ ധനനന്ദൻ ഈ നന്ദ ഡൈനാസ്റ്റി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വെറും മോശക്കാരാണെന്നൊന്നും വിചാരിക്കരുത്. ഈ നന്ദ ഡൈനാസ്റ്റി വന്നിട്ട് മഗധ ഭരിച്ച 5ാമത്തെ രാജവംശമാണ്. ശൈശനാഗ രാജവംശത്തിനെ ഓവർത്രോ ചെയ്തിട്ടാണ് ഇവരിവിടെ ഭരണം തുടങ്ങിയത്. ഓവർത്രോ ചെയ്തിട്ട് ഭരണം തുടങ്ങിയെന്ന് മാത്രമല്ല, മഗധയുടെ അതിർത്തി, ഈ ഒരു നന്ദ ഡൈനാസ്റ്റിയുടെ കീഴിലുള്ള മഗധയുടെ അതിർത്തി നോർത്ത് ഇന്ത്യയിലെ ഏകദേശം ഒരു നല്ലൊരു മേജർ ഏരിയ അവരുടെ കീഴിൽ അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ശക്തമായിട്ടുള്ള ഒരു സാമ്രാജ്യമായിരുന്നു. അപ്പോൾ എന്ത് എന്ന് പറഞ്ഞാലും അഹന്ത തലയ്ക്ക് പിടിക്കുമ്പോഴത്തേക്കും മുന്നിൽ നിൽക്കുന്ന തേജോമയമായിട്ടുള്ള രത്നത്തിനെ പോലും നമുക്ക് കല്ലായിട്ട് തോന്നും. ചാണക്യൻ എന്ന് പറയുന്ന മനുഷ്യൻ എന്തോരം ഇൻ്റലിജൻ്റ് ആണ്. ഇതെല്ലാം അദ്ദേഹം അളന്നത് അദ്ദേഹത്തിൻ്റെ ലുക്ക് വെച്ചിട്ട്. ഒടിഞ്ഞ പല്ല്, കാലിൽ മുടന്ത്, വിരൂപി, ഇവരെ പിടിച്ച് വെളിക്കള എന്ന് പറഞ്ഞു. അപ്പോൾ ചാണക്യൻ പറഞ്ഞു, അങ്ങനെ പറയരുത്, ഞാൻ ജ്ഞാനിയാണ്, ഞാൻ പണ്ഡിതനാണ്, നീ അഹങ്കാരമാണ് കാണിക്കുന്നത് രാജാവേ, ഇതിനുള്ള ശിക്ഷ നിനക്ക് ലഭിക്കും എന്നെല്ലാം ചാണക്യൻ പറഞ്ഞപ്പോഴത്തേക്കും ഈ ധനനന്ദൻ എന്ന് പറഞ്ഞ രാജാവ് യാതൊരുവിധ മര്യാദയുമില്ലാതെ സോൾജേഴ്സിനോട് കൽപ്പിക്കുകയാണ് ഇവരെ പിടിച്ച് വെളികളയാൻ. അപ്പോൾ ഇതിനിടയ്ക്ക് ചാണക്യൻ്റെ കുടുമ അഴിഞ്ഞതും ചാണക്യൻ്റെ വിധം മാറി. ചാണക്യൻ ദേഷ്യത്തിൽ ഈ അപമാനം സഹിക്കാൻ വയ്യാതെ ഈ രാജാവിൻ്റെ കയ്യിൽ നിന്ന് ദാനധർമ്മങ്ങൾ സ്വീകരിക്കാനായിട്ടാണ് ചാണക്യൻ വന്നത്. അപ്പോൾ കയ്യിൽ പൈസയും കുറവാണേ. എന്ത് ധൈര്യത്തിൻ്റെ പുറത്ത് ചാണക്യൻ പറഞ്ഞെന്നറിയത്തില്ല. ചാണക്യൻ അവിടെ നിന്നുകൊണ്ട് തൻ്റെ കഴിവിന് മേൽ, തൻ്റെ ബുദ്ധിയുടെ മേലുള്ള ആത്മവിശ്വാസം കൊണ്ട് തന്നെ ആയിരിക്കണം ഒരു ശബ്ദമെടുക്കുകയാണ്. ഞാൻ വിഷ്ണുഗുപ്ത ചാണക്യൻ ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് പ്രതിജ്ഞ എടുക്കുന്നു, ധനനന്ദ, നിൻ്റെ സാമ്രാജ്യം ഞാൻ നശിപ്പിക്കും, നിനക്ക് നിൻ്റെ സാമ്രാജ്യത്തിന് മേലുള്ള ശക്തി പൂർണ്ണമായും ഞാൻ ക്ഷയിപ്പിക്കും, നിന്നെ രാജാവല്ലാണ്ടാക്കും, നിന്നെ ഞാൻ വധിക്കും എന്ന് അവിടെ നിന്ന് ശപഥം ചെയ്തിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, നീ ഇരിക്കുന്ന ഈ സിംഹാസനത്തിൽ നിന്നെക്കാട്ടിയും യോഗ്യനായിട്ടുള്ള ഒരു രാജാവിനെ ഞാൻ കൊണ്ടിരുത്തും, എന്നിട്ട് അവരെ കൊണ്ട് ഇന്ത്യ മുഴുവനും, ആര്യാവർത്തം മുഴുവനും ഞാൻ പിടിച്ചെടുക്കും, നിന്നെക്കാട്ടിയും ശക്തമായിട്ടുള്ള സാമ്രാജ്യം ഞാൻ നേടിയെടുക്കും, ഇത് സത്യം എന്ന് ചാണക്യൻ അവിടെ നിന്ന് സത്യം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ കഴിവിന് മേലുള്ള ആ ഒരു ആത്മവിശ്വാസമാണ് ഇവിടെ കാണിക്കുന്നത്. എന്നാൽ ആത്മവിശ്വാസം നിൽക്കട്ടെ, പക്ഷേ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. കാരണം ധനനന്ദ രാജാവ് അവിടെ നിന്ന് ഓർഡർ ഇടുകയാണ് പിടിച്ചു കെട്ടവനെ. ചാണക്യൻ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ രക്ഷപ്പെട്ടെങ്കിലും, വേഷപ്രച്ഛന്നനായി രക്ഷപ്പെട്ടുവെങ്കിലും ചാണക്യൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പതുക്കെ ധനനന്ദ രാജാവിൻ്റെ മകൻ പബദ്ധനുമായി ഒരു സൗഹൃദം സ്ഥാപിച്ചിട്ട് അവനെ വിശ്വസിപ്പിച്ചു, പബദ്ധ, ഞാൻ നിൻ്റെ അച്ഛനെ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് നിന്നെ ആ ഒരു സാമ്രാജ്യത്തിൻ്റെ അധികാരിയായിട്ട് ഇരുത്തും, അതിനെന്നെ കൊണ്ട് സാധിക്കും, അതിനുള്ള ജ്ഞാനം എനിക്കുണ്ട്, നീ എൻ്റെ കൂടെ നിന്ന് തന്നാൽ മതി. അങ്ങനെ പറഞ്ഞ് പബദ്ധനെ ചാണക്യൻ്റെ സൈഡിലാക്കി. പബദ്ധൻ എന്ത് ചെയ്തെന്നറിയോ? ഈ രാജമുദ്ര പതിപ്പിച്ച റിങ് ഉണ്ടല്ലോ, സിഗ്നറ്റ് റിങ്, അത് ഊരി കൊടുത്തിട്ട് പറഞ്ഞ്, ഇത് വെച്ച് അങ്ങേക്ക് ഈ സാമ്രാജ്യത്തിൽ രക്ഷപ്പെടാൻ പറ്റും
എന്നും പറഞ്ഞു കൊടുത്തു. ആ സിഗ്നറ്റ് റിങ്ങിൻ്റെ സഹായത്തോടു കൂടി അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ട് വിന്ധ്യൻ കാടുകളിലേക്ക് ഓടിക്കേറി. എന്നിട്ട് അദ്ദേഹം ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഒരു ഗോൾഡ് കോയിനെ 8 ഗോൾഡ് കോയിനാക്കി മാറ്റുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട്, മാത്തമെറ്റിക്കൽ ഇൻ്റലിജൻസ് ഒക്കെ വെച്ചിട്ട് ഇദ്ദേഹം ഒരുപാട് പൈസ സ്വരുക്കൂട്ടിയതിനു ശേഷം അതൊരു നിധി പോലെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സ്ഥലത്ത് ചാണക്യൻ ഒളിപ്പിച്ചു വെച്ചു. ഇനി ചാണക്യന് അടുത്ത ലക്ഷ്യം പബദ്ധന് കോമ്പറ്റീഷനായിട്ട് മറ്റൊരാളെ കൂടെ വേണം, ഒരു പെർഫെക്റ്റ് കാൻഡിഡേറ്റ് ആയിട്ട്. അങ്ങനെ നടന്നു പോയപ്പോൾ ഒരിക്കൽ ഒരു കൂട്ടം ബാലന്മാർ അവിടെ നിന്ന് കളിക്കുന്നത് ചാണക്യൻ ശ്രദ്ധിച്ചു. എന്താണ് ഇവർ കളിക്കുന്നത്? ഇവരൊരു രാജസദസ്സിൽ നിൽക്കുന്നതായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ഇതിൽ രാജാവായി ഇരിക്കുന്ന പയ്യനാണ് നമ്മുടെ ചന്ദ്രഗുപ്തൻ. അപ്പോൾ ശ്രദ്ധിച്ചു, ഇവനെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ചാണക്യന് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ചാണക്യൻ പറഞ്ഞാൽ ഞാൻ തപ്പി നടന്ന ഐറ്റമാണിരിക്കുന്നത്. ചാണക്യൻ ഉറപ്പിക്കുകയാണ്, ഞാൻ തപ്പി നടന്ന മുതലാണിരിക്കുന്നത്, ഇവനെ കൊണ്ട് എനിക്കെല്ലാം സാധിക്കാൻ പറ്റും. അങ്ങനെ ചന്ദ്രഗുപ്തനെ ചാണക്യൻ റിക്രൂട്ട് ചെയ്തപ്പോഴാണ് അറിയാൻ കഴിയുന്നത് ചന്ദ്രഗുപ്തൻ ഒരു റോയൽ ഫാമിലിയിലുള്ള ആളായിരുന്നു. ചന്ദ്രഗുപ്തൻ്റെ അച്ഛനെ ഏതോ ഒരു കുരുത്തം കെട്ടവൻ കൊന്നു കളഞ്ഞതാണ്. അങ്ങനെ ചന്ദ്രഗുപ്തൻ്റെ വളത്തച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് ചാണക്യൻ ഏകദേശം 1000 പൊൻപണം കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകനെ എനിക്ക് അവനെ ഞാനൊരു ട്രേഡ് പഠിപ്പിച്ച് അവന് നല്ലൊരു ജോലി മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. നല്ലൊരു ജോലി തന്നെയാണ് മേടിച്ചു കൊടുത്തത്, രാജാവാക്കി. അങ്ങനെ കൊണ്ടുപോയി ട്രെയിനിങ് തുടങ്ങി. ഈ 2 പേരെയും, പബദ്ധനെയും അതുപോലെ തന്നെ ചന്ദ്രഗുപ്തനെയും ട്രെയിനിങ് തുടങ്ങി. പക്ഷേ ഇവരിൽ 2 പേരിൽ ആരാണ് ബെസ്റ്റ് എന്ന് ചാണക്യൻ അറിയണം. ചാണക്യന് വേണ്ടിയിരുന്നത് ഇമോഷൻ്റെ പുറത്ത് ആക്ട് ചെയ്യാതെ ഇമോഷന് മുകളിൽ ലോജിക്ക് വയ്ക്കാൻ ത്രാണിയുള്ള, തന്നെപ്പോലെ ചിന്തിക്കാൻ കഴിയുന്ന ഒരുവനെയായിരുന്നു. അതിലുള്ള ത്രാണി ഇവർ 2 പേരിൽ ആരാണെന്നറിയാനായിട്ട് ചാണക്യൻ ഒരു ടെസ്റ്റ് വെച്ചു. അതായത് ഒരു രക്ഷ കെട്ടിക്കൊടുത്തു 2 പേരുടെ കഴുത്തിൽ. എന്നിട്ട് 2 പേർക്കും ഒരു ടാസ്ക് കൊടുക്കുകയാണ്. പബദ്ധ, നീ ഒരു കാര്യം ചെയ്യ്, ചന്ദ്രഗുപ്തൻ ഉറങ്ങുന്ന സമയത്ത് അവനെ ഉണർത്താതെ അവൻ്റെ കഴുത്തിൽ നിന്ന് ഈ ഒരു ജപിച്ച് കെട്ടിയേക്കുന്ന സാധനം നീ അഴിച്ചു മാറ്റണം, നൂല് പൊട്ടിക്കാതെ, അതായത് ചരട് പൊട്ടിക്കാതെ. പബദ്ധൻ ശ്രമിച്ചു. ചന്ദ്രഗുപ്തന് നല്ല ശ്രദ്ധയായിരുന്നു, ഉറക്കത്തിൽ പോലും ചാടി എണീച്ചു. അപ്പോൾ പബദ്ധൻ ഈ ഒരു ടെസ്റ്റിൽ തോറ്റുപോയി. അങ്ങനെ നേരെ ഈ സെയിം ടാസ്ക് ചന്ദ്രഗുപ്തന് കൊടുക്കുകയാണ്. ചന്ദ്രഗുപ്ത, പബദ്ധൻ്റെ കഴുത്തിൽ ഞാൻ കെട്ടിക്കൊടുത്തേക്കുന്ന രക്ഷ അത് അവനറിയാതെ ഈ ഒരു ചരട് പൊട്ടിക്കാതെ നീ അവൻ്റെ കഴുത്തിൽ നിന്ന് ഊരിയെടുക്കണം. ഓക്കെ? ചന്ദ്രഗുപ്ത ഒരു മണി, ഇപ്പോൾ ശരിയാക്കി തരാം എന്നും പറഞ്ഞ് പോയിട്ട് വാളെടുത്ത് പബദ്ധൻ്റെ കഴുത്ത് നൈസായിട്ട് അങ്ങോട്ട് വെട്ടി കൊന്നു കളഞ്ഞു. എന്നിട്ട് തല വെട്ടി മാറ്റിയിട്ട് ചരടെടുത്തിട്ട് ഗുരുതാ. ചാണക്യൻ ഒരുമാതിരി നമ്മളെങ്ങാനാണെങ്കിൽ ഡേയ് എന്നടാ പണ്ടിട്ടേ എന്ന് ചോദിക്കും. ചാണക്യൻ ഹാപ്പി ആയിരുന്നു. കാരണം ചാണക്യന് വേണ്ടത് അതുപോലൊരാളായിരുന്നു. കാരണം രാജഭരണം നടത്തുന്ന സമയത്ത് ഇമോഷന് മുകളിൽ ലോജിക്ക് കൊണ്ടുവരേണ്ട സമയങ്ങളിൽ യാതൊരുവിധ മടിയുമില്ലാത്ത ലോജിക്ക് കൊണ്ടുവരാനും റൂത്ത്ലെസ് ആവേണ്ട സ്ഥലങ്ങളിൽ റൂത്ത്ലെസ് ആവാനും കഴിയുന്ന ഒരു രാജാവിനെയായിരുന്നു ചാണക്യൻ ആവശ്യം. ചാണക്യൻ തൻ്റെ കാൻഡിഡേറ്റിനെ കണ്ടെത്തി. നീണ്ട 7 വർഷക്കാലം പഠിപ്പിക്കലും ട്രെയിനിങ്ങും. പഠിപ്പിക്കലെന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റേറ്റ്സ്മാൻഷിപ്പ്, തന്ത്രം മെനയൽ, മിലിറ്ററി ടാക്ടിക്സ്, വ്യൂഹ നിർമ്മാണം, എക്കണോമിക്സ്, രാജ്യത്തിലെ പൈസയും കാര്യങ്ങളും എല്ലാം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതിനൊക്കെ പുറമെ ക്രിയേറ്റീവായിട്ട് ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കാനും കൂടെ ചാണക്യൻ ചന്ദ്രഗുപ്തനെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. കാലാകാലങ്ങളായി ഫോളോ ചെയ്തു വരുന്ന അതേ രീതിയിൽ മാത്രം കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല, അതിനപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ഐഡിയ കൊണ്ടുവന്നതും ഏറെക്കുറെ പ്രാവർത്തികമാക്കിയ ആളുമാണ് ചാണക്യൻ. അങ്ങനെ ചന്ദ്രഗുപ്തൻ റെഡിയായി. നല്ല തികഞ്ഞ ഒരു യോദ്ധാവ്, നല്ല ലീഡർഷിപ്പുണ്ട്, എല്ലാം ചാണക്യൻ റെഡിയാക്കി. ഇനി അടുത്തതൊരു സൈന്യം, അതും ചാണക്യൻ ഗ്യാദർ ചെയ്തു. നേരത്തെ സ്വരുക്കൂട്ടി വെച്ചിരുന്ന പൈസ വെച്ചിട്ട് ചാണക്യൻ ഒരു സൈന്യത്തെ ഗ്യാദർ ചെയ്യുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ പറയുന്നു അലക്സാണ്ടർ ആക്രമിക്കാൻ വന്ന സമയത്തുണ്ടായിരുന്ന ഗ്രീസ് മെർസണറികളെ കൂടെ ചാണക്യൻ ഹയർ ചെയ്തു എന്നും പറയുന്നുണ്ട്. ചിലയിടങ്ങളിൽ ഉറപ്പില്ല, ചിലയിടങ്ങളിൽ ഗ്രീസിലുള്ള ആളുകളെയും കൂടെ ഹയർ ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശക്തമായിട്ടുള്ള സൈന്യം വെച്ചിട്ട് ചാണക്യൻ നേരെ പാടലിപുത്രം ആക്രമിക്കുകയാണ്. അതായത് ക്യാപിറ്റൽ ആക്രമിച്ചു. അന്തസ്സായിട്ട് യുദ്ധം തോറ്റപ്പോഴത്തേക്കും ഹീറോയിസം കാണിക്കുകയല്ല ചാണക്യൻ നിന്നത്. ചന്ദ്രഗുപ്തനോട് പറഞ്ഞു, ഇവിടെ നിന്നാ തലപോവും, ഉറപ്പാണ്, തിരിച്ചു വിട്ടോ, നമുക്ക് വീണ്ടും റീപ്ലാൻ ചെയ്ത് തിരിച്ചു വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരവിടെ നിന്ന് പെട്ടെന്ന് വലിഞ്ഞു. ഒരു ദിവസം രാത്രി ചന്ദ്രഗുപ്തനും അതുപോലെ ചാണക്യനും കൂടെ വേഷപ്രച്ഛന്നമായിട്ട് ഈ ഗ്രാമത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ്, ഓരോ കാര്യങ്ങൾ സംസാരിച്ച്. അപ്പോൾ ഒരമ്മ തൻ്റെ മകനെ ശകാരിക്കുന്നത് കേട്ടു. എന്താണ് ശകാരിക്കുന്നതെന്നറിയോ? അമ്മ മകന് കഴിക്കാനായിട്ട് അപ്പം പോലൊരു സാധനം കൊടുത്തിട്ടുണ്ട്. ഈ മകനാകട്ടെ അപ്പത്തിൻ്റെ നടുക്കണ്ടമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മ ഉടനെ ചോദിക്കുകയാണ്, നീ എന്താ ചന്ദ്രഗുപ്തൻ കാണിച്ച കണക്ക് അപ്പത്തിൻ്റെ നടുക്കണ്ടം കഴിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങേരാ രാജ്യത്തിൻ്റെ നടുക്ക് കയറി ആക്രമിച്ചതല്ലേ കുഴപ്പമായത്?
ഈ രാജ്യത്തിന് നടുക്ക് കയറി ആക്രമിക്കുന്നതിന് പകരമായിട്ട് ചുറ്റിനുമുള്ള ചെറിയ ചെറിയ വില്ലേജുകൾ പിടിച്ചു പോയാൽ അത്രയും അപ്പർ ഹാൻഡ് അയാൾക്ക് കിട്ടുമായിരുന്നു. പക്ഷേ അയാൾ എന്താ ചെയ്തത്? നേരെ നടുക്കണ്ടം പോയി ആക്രമിച്ചു. നീയും അതുപോലെയല്ലേ ചെയ്യുന്ന മോനെ, അപ്പം സൈഡിൽ നിന്ന് കഴിച്ച് പോടാ എന്നിങ്ങനെ പറഞ്ഞു. തൻ്റെ അമ്മ ഒരു മകനോട് അപ്പം വേസ്റ്റായി പോവാതിരിക്കാനായിട്ട് കഴിക്കുന്ന രീതി പറഞ്ഞപ്പോഴത്തേക്കും അതിൽ നിന്ന് പോലും ചാണക്യൻ ഒരു സൊല്യൂഷൻ കണ്ടെത്തി. അതെ, അങ്ങനെ ചാണക്യൻ വീണ്ടും സൈന്യത്തിനെ ഫോം ചെയ്തു. ആ സൈന്യത്തിൻ്റെ സഹായത്തോടു കൂടി ഇദ്ദേഹം വീണ്ടും മഗധ ആക്രമിച്ചു. ഇപ്രാവശ്യം ഡയറക്റ്റ് പാടലിപുത്രമല്ല ആക്രമിച്ചത്, ചുറ്റിനുമുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങൾ വെട്ടിപ്പിടിച്ച് ധനനന്ദൻ്റെ അടുത്തെത്തി. ആ സമയത്ത് ചാണക്യൻ്റെ മുഖത്തെ എക്സ്പ്രഷനൊക്കെ സിനിമയിലുള്ളൊരു സീനായിട്ടൊക്കെ കാണാൻ ശ്രമിച്ചാൽ ഭയങ്കര മാസമായിരിക്കും അല്ലേ. ലൈക്ക് തീർക്കുമെന്ന് പറഞ്ഞു, മുമ്പ് വന്ന് അവനെ തീർക്കുകയും ചെയ്തു. ഇത് മാത്രമല്ല ചാണക്യൻ ചെയ്തത്, വേറെ കുറച്ച് പരിപാടികളും കൂടെ ചെയ്തു. ഈ ധനനന്ദൻ ഒരുപാട് നിധിയൊക്കെ സ്വരുക്കൂട്ടിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടുപിടിക്കാനായിട്ട് ഒരുത്തനും ചുമതലപ്പെടുത്തി. അപ്പോൾ ഓക്കെ, അവൻ പോയി ചാണക്യ ഗുരു, ഇവിടെ ഇന്ന സ്ഥലത്ത് നിധിയുണ്ട്, അവിടെ നിധിയുണ്ട്, നിനക്കറിയാം അല്ലേ? അറിയാം. നിനക്ക് മാത്രമല്ലേ അറിയാവുള്ളൂ? വേറെ ആരോടും നീ പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല. എൻ്റെ തല വെട്ടിക്കൊല്ല്. അവനെ അവിടെ തീർത്തു ചാണക്യൻ. റൂത്ത്ലെസ് ആയിരുന്നു ആള്. കാര്യം നടത്തിയെടുക്കാൻ ഏതറ്റം വരെയും പോകുമായിരുന്നു. എന്നിട്ട് ചാണക്യനും ചന്ദ്രഗുപ്തനും കൂടെ ചെന്നിട്ട് ഈ നിധിയൊക്കെ എടുത്തു. അത് വെച്ചിട്ട് ഇവരുടെ സാമ്രാജ്യം ഇവർ വലുതാക്കിക്കൊണ്ടിരുന്നു. എന്നാൽ സാമ്രാജ്യം വലുതാക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അതിന് വേണ്ട നല്ല നല്ല മാറ്റങ്ങളും ചാണക്യൻ ഈ ഒരു സാമ്രാജ്യത്തിൽ കൊണ്ടുവരുമായിരുന്നു. എന്നിട്ട് ചാണക്യൻ ചന്ദ്രഗുപ്തനെ സിംഹാസനത്തിലിരുത്തി പട്ടാഭിഷേകം നടത്തിയിട്ട് ഉറക്കെ അനൗൺസ് ചെയ്തു, ഞാൻ വിഷ്ണുഗുപ്ത ചാണക്യൻ, ഈ രാജാവിൻ്റെ ചീഫ് അഡ്വൈസർ ആൻഡ് പ്രൈം മിനിസ്റ്റർ. ഇത് നിങ്ങളുടെ പുതിയ രാജാവ്. ഇവൻ്റെ പേര് ചന്ദ്രഗുപ്ത മൗര്യൻ. ഇന്നിവിടെ നിന്ന് മൗര്യ സാമ്രാജ്യത്തിൻ്റെ തുടക്കം, നിങ്ങളുടെ പുതിയ രാജാവിൻ്റെ തുടക്കം, നിങ്ങളുടെ സുവർണ കാലഘട്ടത്തിൻ്റെ തുടക്കം. ഇത് എൻ്റെ വാഗ്ദാനം. അപ്പോൾ ഈ ഒരു മൗര്യൻ എന്ന് പറയുന്ന പേര് വന്നതെങ്ങനെ? അതിന് ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ചന്ദ്രഗുപ്തൻ്റെ അമ്മയുടെ പേര് മുര എന്നായിരുന്നു. മുരയുടെ മകൻ മൗര്യൻ, അതായത് നമ്മുടെ രാധയുടെ മകൻ രാധേയൻ, കുന്തിയുടെ മകൻ കൗന്ദേയൻ എന്ന് പറയുന്നത് പോലെ മുരയുടെ മകൻ മൗര്യൻ. അങ്ങനെ അമ്മയുടെ പേര് വെച്ചിട്ടാണ് മൗര്യൻ എന്ന പേര് ചന്ദ്രഗുപ്ത മൗര്യൻ എന്നാക്കിയത്. എന്നിട്ട് ഈ മൗര്യ രാജവംശത്തിൽ പിന്നീട് അങ്ങോട്ട് വന്നിട്ടുള്ള രാജാക്കന്മാർ ആരൊക്കെയാണെന്ന് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചാണക്യൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് എങ്ങനത്തെ രാജവംശമായിരുന്നു എന്ന്. മൗര്യ രാജവംശത്തിലുണ്ടായിരുന്ന ആളായിരുന്നു ബിന്ദുസാരൻ, ചന്ദ്രഗുപ്തൻ്റെ മകൻ. പിന്നീട് ചക്രവർത്തി സാമ്രാട്ട് അശോകൻ ആരാണെന്ന് മനസ്സിലായല്ലോ. ഇവരുടെയൊക്കെ ഈ ഒരു ഡെവലപ്മെൻറ്റ് വന്നിട്ട് ചാണക്യൻ ലേ ചെയ്ത രീതികളിലൂടെയായിരുന്നു. ചാണക്യൻ എന്താ പറയുക, നിർമ്മിച്ചെടുത്ത രീതികളിലൂടെയും ഭരണ രീതികളിലൂടെയും മിലിറ്ററി ടാക്ടിക്സിലൂടെയായിരുന്നു എന്നൊക്കെ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. കാരണം അത്രത്തോളം പുതിയ കാര്യങ്ങൾ ചാണക്യൻ കൊണ്ടുവന്നിട്ടുണ്ട്. ചാണക്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കുന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. കാരണം ഇന്ത്യയിൽ ഒരുപാട് പുതിയ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ചാണക്യനാണ്. എങ്ങനെയെന്ന് വെച്ചാൽ ഓരോ മിനിസ്ട്രികൾ നിർമ്മിച്ചത് ചാണക്യനാണ്. ഓരോ മിനിസ്ട്രിക്ക് ഒരു മിനിസ്റ്റർ എന്നുള്ള രീതിക്കുള്ള ഐഡിയ ഒക്കെ കൊണ്ടുവന്നത് ചാണക്യനാണ്. അത് പ്രാവർത്തികമാക്കിയതും പുള്ളിക്കാരനാണ്. പിന്നീട് ചാണക്യൻ കൊണ്ടുവന്ന കാര്യമാണ് ക്യാബിനറ്റ് സിസ്റ്റം. അതായത് ക്യാബിനറ്റ് ഓഫ് റൂളേഴ്സ്, ക്യാബിനറ്റ് ഓഫ് ചീഫ് എന്നുള്ള സംഭവം ആദ്യമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ചാണക്യനാണ്. അതുപോലെ പൈസയുടെ മൂല്യം, ഒരു പൊൻപണം ഈക്വൽസ് ഇത്ര വെള്ളി, ഒരു വെള്ളി ഈക്വൽസ് ഇത്ര നാണയം, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തതും ചാണക്യനാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഒരുപാട് റവല്യൂഷണറി ആയിട്ടുള്ള ഐഡിയാസ് ചാണക്യൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ചാണക്യൻ ആദ്യം ചന്ദ്രഗുപ്ത മൗര്യനെ പട്ടാഭിഷേകം ചെയ്തിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള അവരുടെ ഒരു യോദ്ധാവിനെ വിളിച്ചു. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു രാജവംശം മറ്റൊരു രാജവംശത്തിനെ കീഴ്പ്പെടുത്തി അവിടെ ആധിപത്യം സ്ഥാപിച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന രാജവംശത്തിനെ ഫേവർ ചെയ്തിരുന്ന റബലുകൾ ഉണ്ടാവുമല്ലോ. ആ റബലുകൾ ഇപ്പോൾ ഭരിക്കുന്ന രാജാവിനെതിരെ ഗൂഢാലോചനകൾ നടത്താനും വധഭീഷണികൾ ഉയർത്താനും ഒക്കെ സാധ്യതയുണ്ട് ഇല്ലേ. ചാണക്യൻ ആദ്യമേ പ്രശ്നങ്ങളെ വേരോടെ പിഴുതെറിയാനാണ് ശ്രമിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു വിശ്വസ്തനായിട്ടുള്ളൊരു യോദ്ധാവിനെ വിളിച്ചു. ആ യോദ്ധാവിനെ വിളിച്ചിട്ട് ചാണക്യൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, ഇവിടെ ഇന്ന സ്ഥലത്ത് റബലുകളുണ്ട്, ഇന്ന സ്ഥലത്ത് രാജാവിനെ എതിർക്കുന്ന ആളുകളുണ്ട്, അവരെയൊക്കെ പോയി അങ്ങ് തട്ടിയേക്ക്, ഒരു ദയാദാക്ഷിണ്യം വേണ്ട, എല്ലാത്തിനെയും പോയി തീർത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ പുള്ളിക്കാരൻ ഈ ഒരു മഗധ സാമ്രാജ്യം മുഴുവനും തപ്പിത്തെരഞ്ഞ് ഇദ്ദേഹത്തിനെതിരെ ചന്ദ്രഗുപ്തനെതിരെ നിന്നിരുന്ന റബലുകളെയും മറ്റാളുകളെയും എല്ലാം തീർത്തു. ആദ്യം തന്നെ ഈ ഒരു സാമ്രാജ്യത്തിനുള്ളിലുള്ള ശത്രുക്കളെ വളരെ എഫക്റ്റീവായിട്ട് ചാണക്യൻ്റെ നിർദ്ദേശപ്രകാരം ആ ഒരു യോദ്ധാവ് എലിമിനേറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ആൾ വളരെ റൂത്ത്ലെസ് ആയിട്ടുള്ള ആളാണ്. ചില സമയങ്ങളിൽ ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ ഗ്രേറ്റർ ഗുഡിന് വേണ്ടി, അതായത് അവരുടെ എക്സിസ്റ്റൻസിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാളാണ് ചാണക്യൻ എന്ന് പറയുന്നത്. പക്ഷേ ചാണക്യൻ്റെ ആ തന്ത്രത്തിൽ അന്നവിടെ വീണത് ഒരു ശക്തമായ സാമ്രാജ്യവും അന്നവിടെ ഉടലെടുത്തത്
ഇന്ത്യൻ ചരിത്രത്തിലെ ഗോൾഡൻ സാമ്രാജ്യങ്ങളിലൊന്നായിട്ടുള്ള മൗര്യ സാമ്രാജ്യമായിരുന്നു. അതിന് തുടക്കമിട്ടതോ ഇദ്ദേഹത്തിനുണ്ടായ അപമാനം. പിന്നത് മാത്രമല്ല, ബിന്ദുസാരൻ രാജാവായപ്പോഴും ചാണക്യൻ മറ്റൊരു കാര്യവും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പ്രഭുക്കന്മാരെയും, ശക്തരായിട്ടുള്ള പ്രഭുക്കന്മാരെയും, ഏകദേശം 16 നാട്ടുരാജ്യങ്ങളുടെ രാജാക്കന്മാരെയും എല്ലാം ചാണക്യൻ്റെ ബുദ്ധി കൊണ്ട് കീഴ്പ്പെടുത്തി കംപ്ലീറ്റ് അതോറിറ്റി ബിന്ദുസാരൻ്റെ കീഴിൽ കൊണ്ടുവന്നു. എങ്ങനെയെന്ന് വെച്ചാൽ ഈസ്റ്റേൺ കടലിനും വെസ്റ്റേൺ കടലിനും ഇടയിലുള്ള ഇന്ത്യയുടെ അത്ര സാമ്രാജ്യങ്ങളും ചാണക്യൻ ബിന്ദുസാരൻ എന്ന് പറയുന്ന ചക്രവർത്തിക്ക് കീഴിൽ കൊണ്ടുവന്നു. ശേഷം അശോക സാമ്രാട്ട് വന്നു. ചക്രവർത്തി സാമ്രാട്ട് അശോകൻ ഇന്ത്യ മുഴുവനും പിടിച്ചെടുത്തു, എക്സെപ്റ്റ് സൗത്ത് ഇന്ത്യ. അവിടെ ചില ആളുകളുണ്ടായിരുന്നു ഭരിക്കാനായിട്ട്. സൗത്ത് ഇന്ത്യ ഒഴികെ, അതായത് നമ്മുടെ കേരളം, തമിഴ്നാട് ആ ഏരിയ ഒഴികെ ബാക്കി മുഴുവനും അശോക ചക്രവർത്തി പിടിച്ചടക്കിയായിരുന്നു. അപ്പോൾ ഈ ഒരു ശക്തമായ സാമ്രാജ്യത്തിന് തുടക്കമിട്ടത് ചാണക്യൻ. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ആ ഒരു ഇൻ്റലിജൻസിൽ നിർമ്മിച്ചെടുത്തിട്ടുള്ള ടെക്നിക്കുകളിലും ടാക്ടിക്കുകളിലും കൂടെയാണ് ഇവരിതെല്ലാം സാധിച്ചെടുത്തതെന്ന് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ചാണക്യനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള പുസ്തകങ്ങളെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. ചാണക്യനീതി, അർത്ഥശാസ്ത്രം. ഈ അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന പുസ്തകം ഇന്നും സ്റ്റേറ്റ്സ്മാൻഷിപ്പിലും അതുപോലെ പൊളിറ്റിക്കൽ വേൾഡിലും ബിസിനസ് വേൾഡിലും എല്ലാം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഒട്ടുമിക്ക സക്സസ്ഫുൾ ആയിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ ആളുകളുടെ കയ്യിലും ഈ ഒരു ബുക്ക് ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. കാരണം അതിൽ അത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള തോട്ടും അത്രയും വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ചാണക്യ ആൻഡ് ദി റൈസ് ഓഫ് മൗര്യ എംപയർ. ചാണക്യനെക്കുറിച്ച് കൂടുതൽ ഫാക്റ്റുകൾ നിങ്ങൾക്കറിയാമെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്തേക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. നിങ്ങൾ തന്നിട്ടുള്ള സജഷൻസ് എല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ ബൈ.